Dear all, നമ്മൾ ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസിലെ കുറച്ച് ബേസിക് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറൽ പ്രോബ്ലംസ് ആണ് നമുക്ക് ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസിൽ ചോദിക്കുന്നത്. നമുക്ക് സിലബസിലും അങ്ങനെ തന്നെയാണ്. സിമ്പിൾ 1 and 2 ഡയമെൻഷണൽ ബേസ്ഡ് പ്രോബ്ലംസ് ആണ് സാധാരണ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുള്ളത്. So let us see some of the solved examples. So we are going to do a problem on linear bar elements. So let us look at the question. A two-noded bar element. So bar element and it is a one-dimensional element. So two-noded bar element is shown in figure. The nodal displacements are u1 equal to 5 mm and u2 is equal to 8 mm. Calculate the displacement at x is equal to L by 4, L by 3 and L by 2. അപ്പം നമുക്കൊരു ബാർ എലിമെൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യു ആർ ഗിവൺ ദി ബാർ എലിമെൻറ്റ് ആൻഡ് ദർ ആർ ടു നോഡ്സ്, നോഡ് 1 ആൻഡ് നോഡ് 2. സോ ബാർ എലിമെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഓഫ് ദി എലിമെൻറ്റ്സ് ആണ്, വൺ ഡയമെൻഷണൽ എലിമെൻ്റ് ആണ്. സോ യു ഹാവ് ബാർ എലിമെൻറ്റ് ആൻഡ് ബീം എലിമെൻറ്റ്. സോ ബാർ എലിമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാർ എലിമെൻറ്റിന് ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സസ് മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ടേണിംഗ് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്സും അതുപോലെ കംപ്രസീവ് ആൻഡ് ടെൻസൈൽ ലോഡിങ്ങും, അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ലോഡിംഗ് കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് ബാർ എലിമെൻറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ യു ആർ ഗിവൺ ദ ബാർ എലിമെൻറ്റ് വിത്ത് ടു നോഡ്സ് 1 and 2. ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് നോഡ് 1, അതാണ് നമ്മൾ u1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് നോഡ് 1 is 5 mm and at node 2 the displacement is 8 mm. So when you are applying a force, there is a displacement happening at node 1 and node 2. അതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഇഫ് ലെങ്ത് ഓഫ് ദി ബാർ ഇസ് L, then you are asked to find out the displacement at x is equal to L by 4, L by 3 and L by 2. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആദ്യം നമ്മൾ ഗിവൺ ക്വാണ്ടിറ്റീസ് ആയിട്ട് എഴുതാം. ഗിവൺ u1 and u2 values 5 mm and 8 mm, and we have to find the displacement at x is equal to L by 4, L by 3 and L by 2. അപ്പം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്ന ക്വാണ്ടിറ്റി ഈ ഒരു ക്വസ്റ്റ്യനകത്ത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഓർത്ത് എഴുതുക. ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ യു നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലല്ല, ഒരു കേളി ബ്രാക്കറ്റിലാണ് നമ്മൾ യു എഴുതുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതുന്നത്. കാരണം ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ വെക്റ്റർ ക്വാണ്ടിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. രണ്ട് രീതിയിൽ നമ്മൾ വെക്റ്റേഴ്സ് എഴുതാറുണ്ട്. ഐദർ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് യു ക്യാപ്, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ആരോ മാർക്ക് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ നമുക്ക് ചെയ്യാം. ഓർ യു ക്യാൻ റൈറ്റ് ഇൻ സ്ക്വയർ ഇൻ കേളി ബ്രാക്കറ്റ്സ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ u is equal to n1 n2 into u1 u2. So n1 and n2 they are the shape functions. ഇപ്പോൾ ഷേപ്പ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ in terms of the shape function n1 and n2. So n1 n2 into u1 u2. അപ്പോൾ ജനറൽ ഇക്വേഷൻ ഇതാണ്, u is equal to n1 u1 plus n2 u2. So this is the general equation for finding out the displacement. u1 and u2 are the displacements at node 1 and node 2 respectively. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഷേപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂസ് നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. n1 is equal to 1 minus x by L and n2 is equal to x by L. So we can write it as 1 minus x by L and x by L within square bracket, ഇതൊരു മെട്രിക്സ് ആണ്, ഇൻറ്റു u1 u2. ഇനി നമുക്ക് എക്സിന് പകരം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ടു ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് L by 4, L by 3 and L by 2. എക്സിന് പകരം ആദ്യം L by 4 കൊടുക്കുക, പിന്നെ L by 3 കൊടുക്കുക, L by 2 കൊടുക്കുക. So for x is equal to L by 4, we can get u is equal to 1 minus x-ന് പകരം L by 4 ഇടുക, L by 4 by L and x by L-ന് പകരം L by 4 by L. u1 ഉം u2 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 and 8. അപ്പം അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ വിൽ ഗെറ്റ് u is equal to 1 minus 1 by 4, 1 by 4 and 5 8, and that is 3 by 4, 1 by 4, 5 8. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 3 by 4 into 5 plus 1 by 4 into 8. അതായത് നമുക്ക്
3 by 4 into 5 plus 2 എന്ന് കിട്ടും. That is equal to 5.75 mm. So at x is equal to L by 4, the displacement value u is equal to 5.75 mm. അടുത്തത് we have to find out the displacement for the value x is equal to L by 3. At x is equal to L by 3. അപ്പോൾ x ന് പകരം L by 3 substitute ചെയ്യുക. Substitute ചെയ്യുമ്പോൾ you'll be getting 2 by 3, 1 by 3 and 5, 8. So 2 by 3 into 5 plus 1 by 3 into 8. So you'll get 6 mm as the displacement. Again, for x is equal to L by 2, u is equal to 1 minus x by L ന് പകരം x ന്റെ അവിടെ L by 2 substitute ചെയ്യുക. 1 minus L by 2 by L and L by 2 by L into 5, 8. അത് simplify ചെയ്ത് വരുമ്പോൾ you'll get 1 by 2 into 5 plus 1 by 2 into 8. So that you'll be getting 13 by 2. That is 6.5 mm. So മൂന്ന് displacements നമ്മൾ കണ്ടുപിടിച്ചു. At x is equal to L by 4, displacement 5.75 mm ആണ്. X is equal to L by 3, 6 mm ആണ്. X is equal to L by 2 ആകുമ്പോൾ 6.5 mm ആണ്. Okay, so that is how you find out the displacement. For displacement എന്നാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ you can use the simple formula u is equal to n1 u1 plus n2 u2, where n1 and n2 they are the shape functions, and n1 value is 1 minus x by L and n2 value is x by L. Now the next question. A one-dimensional bar is given in figure. Calculate shape functions n1 and n2 at the point P. If u1 is equal to 3 mm, u2 is equal to minus 5 mm. Find the displacement u at the point P. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡിസ്പ്ലേസ്മെന്റ്സ് തന്നിട്ടുണ്ട്. u1 is equal to 3 mm, u2 is equal to minus 5 mm. അപ്പോൾ minus 5 mm എന്ന് പറഞ്ഞാൽ അത് വേറെ നെഗറ്റീവ് ഡയറക്ഷനിലേക്കുള്ള മൂവ്മെന്റ് എന്നാണ് അത് കാണിക്കുന്നത്. And you have to find out the shape function values n1 and n2. So suppose, and you are also asked to find out the displacement u at the point P. So point P is located in between the nodes 1 and 2. അപ്പോൾ ഇവിടെ നമുക്കൊരു bar element ഉണ്ട് with two nodes, node 1 and node 2. Point P is lying between these two nodes 1 and 2. And x value, a point P ലൈ ചെയ്യുന്ന ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. x is equal to 24 mm. And x1 value is equal to 20 mm, x2 value 36 mm. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് ആണ്. The values of x1, u1, x, x2 and u2. ഇത്രയും വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. So how to find out the length of the bar element? നമുക്ക് x1 ഉം x2 ഉം അറിയാമെങ്കിൽ x2 minus x1, അതായത് ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് മൈനസ് ഈ ലെങ്ത്, അത് ചെയ്യുമ്പോൾ നമുക്ക് L വാല്യൂ കിട്ടും. So L is equal to x2 minus x1, so that is 36 minus 20, that is equal to 16 mm. Now at the point P നമുക്ക് for example x star എന്ന് പറഞ്ഞ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 24 mm. So to find out the value of x, just subtract this value 24 from x1, 20 mm. That is 24 minus 20. അതാണ് ഈ x ന്റെ വാല്യൂ തരുന്നത്. So x is equal to 24 minus 20. That is equal to 4 mm. So once you get the x value, then you can find out the value of shape function n1 and n2. So നമുക്കറിയാം n1 is equal to 1 minus x by L and n2 is equal to x by L. അപ്പോൾ ഈ x വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 24 x star വാല്യൂ 24ൽ നിന്ന് ഈ 20 കുറച്ചത്. So x is equal to x star minus x1. x star വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 24 minus 20, that is equal to 4 mm. ഇനി വാല്യൂസ് നമുക്ക് അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 minus x എന്ന് പറയുന്നത് 4 ആണ്, 4 by length L is equal to 16 നമ്മൾ കണ്ടുപിടിച്ചു. So 16 is equal to 1 minus 1 by 4, that is 0.75 mm.
n2 value is equal to x by l, that is equal to 4 by 16, that is equal to 0.25. അപ്പം ഷേപ്പ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ you should always remember n1 plus n2, the sum of shape functions will be equal to 1. വാല്യൂസ് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ നിങ്ങൾ ഓർത്തിരിക്കുക, n1 plus n2 എന്ന് പറയുന്നത് 1 ആയിരിക്കും എപ്പോഴും. So just add 0.75 plus 0.25, that is equal to 1. So we know the value of displacement. So next നമ്മൾ ചോദിച്ചിട്ടുള്ളത് find the displacement u at the point P. So displacement u is given by n1 u1 plus n2 u2. അതാണ് നമ്മൾ നേരത്തെ മെട്രിക്സ് ഇക്വേഷനിൽ കണ്ടത്. u within curly brackets നമുക്ക് ഈ രീതിയിൽ എഴുതാം, is equal to n1 n2 into u1 u2. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ n1 u1 plus n2 u2. നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതൊരു റോ മെട്രിക്സ് ആണ്, ഇതൊരു കോളം മെട്രിക്സ് ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എലിമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്താണ് ഇത് എഴുതുന്നത്. സോ n1 u1 plus n2 u2. n1ന്റെ n2ന്റെ വാല്യൂസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 0.75 and 0.25 mm. u1 ഉം u2 വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ u1 and u2, u1 is equal to 3 mm and u2 is equal to -5 mm. So multiply ചെയ്ത് എഴുതുമ്പോൾ you'll be getting the value as 1 mm. So the displacement at the point P, that is equal to 1 mm. അപ്പോൾ ആ രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ കണ്ടുപിടിച്ചു, ഷേപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ n1 ഉം n2 ഉം അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ u at this point P. Then coming to the next question, for a bar element as shown, the cross-sectional area is 750 mm square and Young's modulus is 2 into 10 raised to 5 Newton per mm square. If u1 equals 0.5 mm, u2 is equal to 0.625 mm, calculate first one, displacement at the point P, the strain E, the stress sigma, element stiffness matrix and strain energy U. So ഇത്രയും ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. So you are given the area of the bar element 750 mm square and Young's modulus E 2 into 10 raised to 5 Newton per mm square. So usually ഈ 2 into 10 raised to 5 Newton per mm square എന്ന് പറയുന്നത് it is the Young's modulus for steel. അപ്പോൾ ഓരോ മെറ്റീരിയലിനും അതിൻ്റേതായിട്ടുള്ള യങ്സ് മോഡൽസ് വാല്യൂ ഉണ്ട്. യൂഷ്വലി സ്റ്റീലിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് 2 into 10 raised to 5 Newton per mm square എന്നാണ്. സോ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലി യു ക്യാൻ അസ്യൂം യങ്സ് മോഡലസ് ആസ് 2 into 10 raised to 5 Newton per mm square. അപ്പം ഏരിയ തന്നിട്ടുണ്ട്, യങ്സ് മോഡലസ് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദി നോഡ്സ് 1 and 2 തന്നിട്ടുണ്ട്, u1 ഡിസ്പ്ലേസ്മെന്റ് അറ്റ് നോഡ് 1 0.5 mm, node 2 il 0.625 mm. So you can draw the bar element with the node 1 and 2. u1 0.5 mm ആണ്, u2 0.625 mm ആണ്. You are also given the x1 and x2 value in the question. ഇത് നമുക്ക് ഈ ഒരു ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗർ ആണ്. x1 is equal to 375 mm and x2 is equal to 575 mm. So you need to calculate the displacement at the point P. നേരത്തെ നമ്മൾ ചെയ്ത പോലെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ, you have to find the displacement at this point P where the x star value is 500. So first let us find out the length of the element. അപ്പോൾ x1 value അറിയാം, x2 value അറിയാം. So L is equal to, you can find x2 minus x1. So that is 575 minus 375, that is 200 mm ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. And at the point P, the value of x will be equal to, നേരത്തെ നമ്മൾ ചെയ്ത പോലെ x star minus x1. x star എന്ന് പറഞ്ഞാൽ 500 ആണ്, 500 minus 375 mm, that is equal to 125 mm. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ we can find out the displacement. So what is the displacement value u? U is equal to n1 u1 plus
n2 u2. Or you can write n1 എന്ന് പറയുന്നത് it is equal to 1 minus x by l ആണ്. 1 minus x by l into u1 plus n2 വാല്യൂ എന്ന് പറയുന്നത് x by l ആണ്. x by l into u2. x വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. x വാല്യൂ is equal to 125 mm. l വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. it is equal to 200 mm. So this will be equal to 1 minus 125 by 200 into u1 value നമുക്കറിയാം. u1 is equal to 0.5 mm plus x value is again 125 by l value 200 into u2 is equal to 0.65. So ഈ ഒരു calculation ചെയ്ത് കഴിയുമ്പോൾ you will be getting the value of displacement u. So 1 minus 125 by 200 into 125 by 200 into 0.5, 0.625. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ എഴുതിയത്. So this value is 0.5781 mm. So ആദ്യത്തെ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. Displacement at the point P is 0.5781 mm. Second quantity കണ്ടുപിടിക്കാനുള്ളത് strain ആണ്. Strain E. Strain എന്ന് പറഞ്ഞാൽ we know it is change in length to original length. സാറിന് നമ്മൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ strain is given by delta L by L. Change in length to original length. അതേ ഇക്വേഷൻ നമുക്ക് ഇവിടെ എഴുതാം. So we have written change in length or change in displacement. So change in displacement എന്ന് പറഞ്ഞാൽ it is u2 minus u1. u1 ഉം u2 ആണ് ഡിസ്പ്ലേസ്മെന്റ്സ്. അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. So u2 minus u1 by L, the original length L. So that is equal to 0.625 minus 0.5 by 200 is equal to 6.25 into 10 raised to minus 4. സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല, കാരണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് mm ആണ് വരുന്നത്. സോ mm ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് ഇൽ ബി ജസ്റ്റ് ഗെറ്റിംഗ് ദി ന്യൂമറിക്കൽ വാല്യൂ. അതിന് യൂണിറ്റ് ഉണ്ടാവത്തില്ല. So the next quantity to be found out is stress, sigma. Stress sigma എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know stress by strain is a constant value. നമ്മൾ ഹുക്സ് ലോ പഠിച്ചു. Stress by strain, strain നമ്മൾ എപ്സിലോൺ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ stress by strain is equal to Young's modulus, a constant known as Young's modulus or modulus of elasticity E, or sigma is equal to modulus of elasticity into strain. അപ്പോൾ നമുക്ക് ഇതിനകത്ത് യങ്സ് മോഡുലസിന്റെ വാല്യൂ അറിയാം. സിഗ്മ ഇസ് ഈക്വൽ ടു 2 into 10 to the power 5 into സ്ട്രെയിൻ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ അത് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ദി വാല്യൂ ഓഫ് സിഗ്മ. സോ ഇത് ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. യങ്സ് മോഡുലസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല. സോ ഫൈനലി സിഗ്മയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വിൽ ബി ഇൻ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. സോ നമുക്ക് നോക്കാം. E into E, E നമ്മൾ സ്ട്രെയിൻ E എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്. E or epsilon, anything you can write. So 2 into 10 raised to 5 into 6.25 into 10 raised to minus 4. So you'll be getting it as 125 Newton per mm square. So stress sigma എന്ന് പറഞ്ഞാൽ Young's modulus into strain. So the next quantity is element stiffness matrix. So for a one-dimensional bar element, the stiffness matrix നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് k വെച്ചിട്ടാണ്. Stiffness matrix k is given by the equation A into E by L into 1 minus 1 minus 1 1. So ഇതാണ് സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഇക്വേഷൻ. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മെട്രിക്സ് വിച്ച് gives the relationship between force and displacement. F is equal to k into u. F vector F is equal to the matrix k into the matrix u. So force നെയും displacement നെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ആണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് k എന്ന് പറയുന്നത്. And k value is equal to a into e by l into 1 minus 1 minus 1 1. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, E എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ്, L എന്ന് പറഞ്ഞാൽ ലെങ്ത്.
ഈ ക്വാണ്ടിറ്റീസ് എല്ലാം നമുക്കറിയാം. സോ വിൽ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദി സ്റ്റിഫ്നെസ് മെട്രിക്സ്. സോ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഇസ് 750 mm². സോ 750 എന്ന് എഴുതുക. ഈ വാല്യൂ 2 into 10⁵ ആണ്. സോ 750 into 2 into 10⁵ by length is 200 mm. 200 into 1 minus 1 minus 1 1. സോ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ആ മെട്രിക്സ് ഫോമിൽ തന്നെ എഴുതിയാൽ മതി. 7.5 into 10⁵ into 1 minus 1 minus 1 1. So this is the stiffness matrix value. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് സ്ട്രെയിൻ എനർജിയാണ്. സ്ട്രെയിൻ എനർജി യു ഡിനോട്ട് ഇറ്റ് ബൈ ക്യാപിറ്റൽ യു. സോ സ്ട്രെയിൻ എനർജി ക്യാപിറ്റൽ യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു ട്രാൻസ്പോസ് ഇൻറ്റു കെ ഇൻറ്റു യു. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. സോ യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു U transpose into the stiffness matrix K into U. So U എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്സ് ആണ് U1 and U2. U transpose ഇപ്പോൾ നമുക്കൊരു മെട്രിക്സ് 1 2 ഒരു കോളം മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ റോ മെട്രിക്സ്. സോ ഇറ്റ് വിൽ ബി എ കോളം മെട്രിക്സ് 1 2. അപ്പോൾ ട്രാൻസ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ റോയിനെ കോളമാക്കി മാറ്റുക. കോളം ആണെങ്കിൽ അതിനെ റോ ആയിട്ട് മാറ്റുക. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു ട്രാൻസ്പോസ് U1 and U2. U1 U2 വാല്യൂ നമുക്കറിയാം. U1 and U2 ഇങ്ങനെയാണ് നമ്മൾ സാറിന് വെക്ടർ ക്വാണ്ടിറ്റീസ് എപ്പോഴും നമ്മൾ സാറിന് ഒരു കോളം വൈസ് ആയിട്ടാണ് കാണിക്കാറുള്ളത്. U1 U2 അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ then you can write U1 U2 like this. സോ 0.5 0.625 ആണ് അതിൻ്റെ ക്വാണ്ടിറ്റീസ് U1 and U2 ഇൻറ്റു മെട്രിക്സ് കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. 7.5 into 10⁵ into 1 minus 1 minus 1 1 ഇൻറ്റു യു വാല്യൂ എന്ന് പറഞ്ഞാൽ ഒറിജിനലി ഉള്ള വാല്യൂ 0.5 0.625 കോളം വൈസ് ആയിട്ട് ഉള്ള മെട്രിക്സ് ആണ് 0.5 0.625. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഹാഫ് ഇൻറ്റു 7.5 into 10⁵ ആദ്യമേ എടുത്തു ഇൻറ്റു 0.5 0.625 ഇൻറ്റു ഇത് ഈ രണ്ട് മെട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ദാറ്റ് ഇസ് 1 into 0.5 പ്ലസ് മൈനസ് 1 into 0.625. അതാണ് ആദ്യത്തെ റോ. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ -1 into 0.5 പ്ലസ് 1 into 0.625. അത് രണ്ടാമത്തെ റോ. സോ വിൽ ബി ഗെറ്റിംഗ് ദീസ് വാല്യൂസ്. അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് വിൽ ഗെറ്റ് 0.5 into -0.125 പ്ലസ് 0.625 into 0.125. So finally നമ്മളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് 5859.37 Newton mm. So that is the value for strain energy U. Strain energy Newton mm എന്നാണ് അതിൻ്റെ യൂണിറ്റിൽ നമ്മൾ എഴുതുക. സോ ഫോഴ്സ് യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ mm എന്ന് പറയുന്നത്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് വർക്ക് ഡൺ ഓർ യു ക്യാൻ വർക്ക് ഡണിൻ്റെയും എനർജിയുടെയും സെയിം യൂണിറ്റ്സ് ആണ് വരുന്നത്. ജൂൾ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ mm എന്നൊക്കെ പറഞ്ഞ് നമുക്കത് എഴുതാം. സോ 5859.37 Newton mm. So this is the value of strain energy.